ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം ക്ഷേത്രത്തിലെ പുരോഹിതൻ പ്രാർത്ഥനകൾ ചൊല്ലി തേങ്ങാവെള്ളം തലയിൽ തളിച്ച് ആളുകളെ ശുദ്ധീകരിക്കുന്നു. അതിനുശേഷം ആളുകൾ നേരെ ക്ഷേത്രത്തിലെ പ്രധാന കുളത്തിലേക്ക് ഇറങ്ങും. അവിടെ ഒന്നിനു പുറകെ ഒന്നായി നിരന്നു നിൽക്കുന്ന ജലധാരകൾ കാണാം. അതിൽ ആത്മീയ ശുദ്ധീകരണത്തിനുള്ള ജലധാരകൾക്ക് താഴെയാണ് ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വെള്ളത്തിനടിയിൽ തല വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് ഈ അടുത്തുണ്ടായ ട്രെൻഡിങ് ഒന്നും അല്ല കേട്ടോ. ക്രിസ്തുവർഷം 962 വർമ്മദേവ രാജവംശത്തിന്റെ കാലത്താണ് തീർത്ഥ എമ്പിൾ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. അതായത് 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ജനതയുടെ കാലങ്ങളായുള്ള വിശ്വാസമാണിത്. അപ്പോൾ തുടക്കത്തിൽ ആ ചോദ്യത്തിലേക്ക് വരാം, എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ നിന്നുകൊണ്ട് ഇത്രയും ഇമോഷണൽ ആകുന്നത്? വെലിക്കാട്ടിന്റെ യഥാർത്ഥ ആശയം തന്നെ സ്വന്തം ഉള്ളിലെ ഭാരങ്ങളെയും നെഗറ്റിവിറ്റിയെയും പുറന്തള്ളുക എന്നതാണ്. പലരും ഇതിനെ തങ്ങളുടെ മനസ്സിന്റെ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും കഴുകിക്കളഞ്ഞ് ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള അവസരമായി കാണുന്നു. ഈ വെള്ളത്തിൽ കുളിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അത്ഭുതകരമായി മാറുമെന്ന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ അവിടെ ഒഴുകുന്ന ആ കണ്ണുനീർ എന്താണ്? ആ വിശുദ്ധ ജലത്തിന്റെ ശക്തിയോ ആളുകളുടെ തീവ്രമായ വിശ്വാസമോ അതോ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ഭാരം ആ നിമിഷം ഇറക്കി വെച്ചപ്പോൾ ഉണ്ടായ ആശ്വാസമോ? അതിനുള്ള ഉത്തരം ഒരുപക്ഷെ ആ ജലധാരയ്ക്ക് കീഴിൽ കണ്ണടച്ചു നിന്ന ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ.